രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഒരാഴ്ച വേഗം കടന്നുപോയി. ഇന്നാണ് കോളേജിലെ സെന്റ് ഓഫ്. അതിന്റെ തയ്യാറെടുപ്പിലാണ്. ഇന്നലെ തന്നെ രണ്ടുപേരും ഇന്നത്തേക്കുള്ള സാരി എടുത്തു. അച്ചു വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി കോളേജിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അച്ചു ലൈറ്റ് ക്രീം കളർ ഷിഫോൺ സാരിയും അതിനു മാച്ചായ അതേ കളർ സ്ലീവ്ലെസ് ബ്ലൗസുമാണ്. സാരി പ്ലീറ്റ് വിടർത്തിയിട്ട് മുടി ചുറ്റി കെട്ടിവെച്ച് കാതിലൊരു വലിയ കമ്മലും ഇട്ട് മുഖത്ത് ലൈറ്റായിട്ട് ഐഷുവിന്റെ നിർബന്ധപ്രകാരം മേക്കപ്പും ചുണ്ടിൽ റോസ് കളർ ലിപ്സ്റ്റിക്കും കണ്ണുകൾ വിടർത്തി എഴുതി. ഐഷു സെയിം മോഡൽ ചുവന്ന സാരി, അതേ കളർ ബ്ലൗസ്, കയ്യിൽ ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു വളയും, കാതിൽ ജിമിക്ക് കമ്മലും, നെറ്റിയിൽ കുഞ്ഞിക്കറുത്ത് പൊട്ടും കണ്ണും എഴുതി ചുണ്ടിൽ റോസ് കളർ ലിപ്സ്റ്റിക്കും ഇട്ടു. രണ്ടുപേരും സാരിയിൽ ജ്വലിച്ചു നിന്നു. അവരുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നത് തന്നെയായിരുന്നു. അച്ചുവിന് ഇതിൽ താല്പര്യമില്ലാത്തതിനാൽ ഐഷുവിന്റെ ഒറ്റ നിർബന്ധപ്രകാരമാണ് കൊച്ചു റെഡിയായത്. ഇല്ലേൽ ഐഷു ടെററാവോന്ന് കൊച്ചിനറിയാം. രണ്ടാളുകളും സുന്ദരികളായി വൈദ്യുവിന്റെ മുമ്പിൽ വന്നു. വൈദ്യു അമ്മേ, എങ്ങനെയുണ്ട് ഞങ്ങളെ കാണാൻ? ഐഷു ചോദിച്ചു. സുന്ദരികളായിട്ടുണ്ട് രണ്ടുപേരും. ആരുടെ കണ്ണു തട്ടാതിരിക്കട്ടെ. രണ്ടുപേരുടെയും നിറകിൽ ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു. മക്കള് ചെല്ലി, ഇനി നിന്നാലേ കോളേജിലെത്താൻ വൈകും. ആ ശരി, വാച്ചു. അച്ചുവിന്റെ കൈയും പിടിച്ച് ഐഷു നടന്നു. കോളേജിലെത്തിയതും അച്ചു നേരെ ക്ലാസ്സിലേക്ക് കയറി. ഐഷുവിനെയും അച്ചുവിനെയും കണ്ട് ധന്യക്കും കൂട്ടുകാരികൾക്കും അസൂയ തോന്നി. എത്രയൊക്കെ പുട്ടിയിട്ടിട്ടും അവരുടെ സൗന്ദര്യത്തിന് അടുത്തെത്തിയിരുന്നില്ല. എല്ലാ തേർഡ് ഇയർ ക്ലാസ്സും ഉണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും സ്റ്റേജിലേക്ക് തന്നെ പോയി. സെന്റ് ഓഫ് ആയതിനാൽ സ്റ്റേജിലാണ് ഓരോ പരിപാടികളും നടക്കുന്നത്. കോളേജിലെ MD അതിഥിയായി പ്രിൻസിപ്പൽ വിളിച്ചിട്ടുള്ള കാര്യം കോളേജിലെത്തിയപ്പോഴാണ് അച്ചുവും ഐഷുവും അമ്മു എന്ന അമൃതയിൽ നിന്ന് പറയുന്നത് തന്നെ. എടി അമ്മു, ആരാടി വരുന്നേ? അറിയില്ല, ഞാനും ആദ്യമായിട്ടാ കാണുന്നേ. തുള്ളനായിരിക്കോ? ഐഷു. രണ്ടെണ്ണം എവിടെ ചെന്നാലും ഈ കോഴിത്തരത്തിന് ഒരു മാറ്റമില്ല കേട്ടോ. നീ പോടി. ഞങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങളെ ആരെ ശല്യം ചെയ്യുന്നില്ലല്ലോ. പിന്നെന്താ? ഞാൻ നോക്കും, നല്ല അന്തസ്സായിട്ട് തന്നെ നോക്കും. എന്തെങ്കിലും കാണിക്ക്. അപ്പോഴേക്ക് സ്റ്റേജ് പ്രിൻസിപ്പളുടെ ശബ്ദമെത്തി. ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് നമ്മുടെ കോളേജിന്റെ ഓണറും MDയുമായ DK വരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ സഹോദരനാണ് വരുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. DK ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത് തന്നെ. ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളതിനാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അതിന് സങ്കടമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ധ്രുവിഷ് അലോക് കൃപത്. പ്രിൻസിപ്പൽ പേര് വിളിച്ചതും സ്റ്റേജിൽ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് തിരിഞ്ഞു. വലിയ കയ്യടികളോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഓ, എന്തൊരു ഗ്ലാമറാണി! ഐഷു ധ്രുവിഷനെ കണ്ടതും അവളുടെ ഉള്ളിലെ കോഴികൾ തലപൊക്കി. ഒന്നും മിണ്ടാതിരി ഐഷു. ഓ, എന്തൊരു ബോഡിയാ! 6 പാക്ക് ആണെന്ന് തോന്നുന്നു. എനിക്കിതുപോലത്തെ ഒരു അടാറ് ചക്കര തന്നെ കിട്ടണേ കൈലാസം അതാ. അവളെ എഴുന്നേറ്റ് നിന്ന് അവനെ ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്റെ ഐഷു, അവിടെ ഒന്ന് അടങ്ങിയിരിക്കേ. ഇല്ല, ഞാൻ തള്ളി താഴെ ഇടുകട്ടെ. അച്ചു ടെററായത് ഐഷു നല്ല കുട്ടിയായി അടങ്ങിയിരുന്നു. പക്ഷെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നെന്ന് മാത്രം. അവൻ ആരെയും നോക്കാതെ ഗൗരവത്തോടുകൂടിയ മുഖത്തോടെ സ്റ്റേജിൽ കയറിയിരുന്നു. പ്രിൻസിപ്പൾ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൾ തന്നെ ധ്രുവേഷിനെ സ്വാഗതം ചെയ്തു സീറ്റിലേക്ക് പോയിരുന്നു. ധ്രുവേഷ് എഴുന്നേറ്റ് ആ സ്റ്റേജ് മൊത്തം ഒന്ന് കണ്ണോടിച്ചു. താൻ തേടിയതെന്തോ കിട്ടിയതുപോലെ അവൻ അവിടേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് സംസാരിച്ചു. ഹലോ സ്റ്റുഡൻസ്. അതേ നിമിഷം അച്ചുവിന്റെ ഹൃദയം എന്തിനോ വേണ്ടി ഇടിച്ചുകൊണ്ടിരുന്നു. തന്റെ ആരും പ്രിയപ്പെട്ടതെന്തോ അടുത്തുള്ളൊരു ഫീൽ. പക്ഷെ എന്തിനെന്നറിയില്ല അച്ചു മുഖമുയർത്തി നോക്കിയതും അവളെ തന്നെ നോക്കി സംസാരിക്കുന്ന ധ്രുവിഷിനെയാണ് കണ്ടത്. അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവളുടെ ചെവിയിൽ തട്ടിപ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അവൻ സംസാരിച്ചതൊന്നും അവൾ കേട്ടിരുന്നില്ല. അടുത്ത ഡാൻസ് പെർഫോമൻസ് അഹല്യ രാമകൃഷ്ണൻ. പ്രിൻസിപ്പലിന്റെ ശബ്ദമാണ് സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ അടുത്തിരിക്കുന്ന ഐഷുവിനെ ഒന്ന് നോക്കി. ആ ചിരിയിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ഈ പണി ഐഷുവിന്റെ തന്നെയാണെന്ന്. പല്ലുകൾ കടിച്ചുകൊണ്ട് അച്ചു ഐഷുവിനെ ഒന്ന് നോക്കി. ഉള്ള പല്ലുകൾ കടിച്ചു പിടിച്ച പിന്നെ മസാല ദോശ തിന്നാൻ പറ്റൂലട്ടാ. ഐഷു പറഞ്ഞതും അച്ചു കണ്ണുരുട്ടി കാണിച്ചു. ചെല്ലുമുത്തേ, പോയി കളിച്ചിട്ട് വാ. ആ ധന്യക്കിട്ടൊരു പണി കൊടുത്തല്ലേ. പ്ലീസ് എന്നെ നാട്ടിക്കല്ലേ. അഹല്യ. അവിടേക്ക് വന്ന് അനു മിസ് അച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്നു. മിസ്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, നീ നേരത്തെ കളിച്ചിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കളിച്ചാൽ മതി. ഗസ്റ്റ് ഉള്ളതുകൊണ്ടാ. ഓക്കെ മിസ്, ഞാൻ കളിക്കാം. ഈ സമയം ധന്യയിൽ പക നിറഞ്ഞു. അച്ചുവിന് കളിക്കാനായി സ്റ്റേജിലെ കസേരകളെല്ലാം മാറ്റിക്കൊടുത്തു. ഈ സമയം ധന്യ സ്റ്റേജിലേക്ക് കയറി ഒന്ന് ഗൂഢമായി ചിരിച്ചുകൊണ്ട്
അവളുടെ കയ്യിലെ ആ സാധനം താഴേക്കിട്ടുകൊണ്ട് സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് പോയി. അച്ചുവിനാകെ പരവേശമായി ഏത് പാട്ട് കളിക്കുമെന്നോർത്ത് ഏതോ ഒന്ന് കിട്ടിയതും അവൾ അനുമിസിന്റെ അടുത്തേക്ക് വന്ന് ചെവിയിൽ പറഞ്ഞു. അനുമിസ് ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഐശുവിനെ വിളിച്ചു. അച്ചു എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ച് എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു. അനുമിസിന്റെ കൂടെ സ്റ്റേജിന്റെ ബാക്കിലേക്ക് പോയവൾ. ഐഷു, ഇതാണ് പാട്ട്. ഒരു പാട്ട് കാണിച്ചുകൊണ്ട് അനുമിസ് പറഞ്ഞു. മിസ്, ഞാൻ അഹല്യ പറഞ്ഞു താൻ നന്നായിട്ട് പാട്ട് പാടുമെന്ന്. അതാ, വേഗം പിടിക്ക്, എന്നിട്ട് പാടി നോക്ക്. ഐഷു പല്ല് കടിച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി. നൻപണ്ട. എടാ, ഈ സോങ് നമ്മൾ കളിച്ചിട്ടുള്ളതല്ലേ? അതെ, അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ പാട്ട് പാടിയിട്ടുള്ളതും അല്ലേ? അതെ, എന്നാ നമുക്കൊരു കലക്കങ്ങ് കലക്കാം. ഐഷു നേരെ സ്റ്റേജിലേക്ക് കയറി ഒരു സൈഡിൽ മാറി മൈക്ക് കയ്യിൽ പിടിച്ചു നിന്നു. മ്യൂസിക് കേട്ടത് അതുവരെ ബഹളമായിരുന്ന ഹാളിൽ എല്ലാവരും നിശബ്ദത പാലിച്ചു. സ്റ്റേജിലേക്ക് തന്നെ നോക്കി. സ്റ്റേജിന്റെ നടുക്ക് ഐഷു സാരിയുടെ മുന്താണി ഇടുപ്പിലെടുത്തു കുത്തി പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. മ്യൂസിക് തുടങ്ങിയതും ഐഷു പാട്ട് പാടി തുടങ്ങി. അതനുസരിച്ച് അച്ചു നൃത്തം ചെയ്തു തുടങ്ങി. അതീവ മെയ്വഴക്കത്തോടുകൂടി അവൾ കളിച്ചുകൊണ്ടിരുന്നു. ഐഷു മതി മറന്നു പാട്ടിൽ ലയിച്ചുകൊണ്ടാണ് പാടുന്നത്. സ്റ്റേജിന്റെ മുന്നിൽ തന്നെ നിന്ന് ബ്രൂഷ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഫോൺ എടുത്ത് വീഡിയോ കോൾ ചെയ്ത് സ്റ്റേജിൽ നടക്കുന്ന കാര്യം അവൻ മറുഭാഗത്തുള്ളവൻ അയച്ചു കൊടുത്തു. അവൻ അവളുടെ ഓരോ നീക്കങ്ങളും എല്ലാം സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരുന്നു. അച്ചു മതി മറന്ന് കളിക്കുകയാണ്. സ്റ്റേജിലുള്ളവർ ആരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നറിയാതെ കുഴിഞ്ഞു. ഐഷു ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയാണ്. രണ്ടുപേരും ഒരുപോലെ അവരുടെ കഴിവ് പുറത്തെടുത്ത് കളിച്ച് പാട്ടുപാടുകയും ചെയ്തു. ചിലർ കണ്ണുകളടച്ച് ആ സ്വരം ആസ്വദിക്കുമ്പോൾ മറ്റുള്ളവർ കണ്ണുകൾ വിടർത്തി അച്ചുവിനെ മിഴിവോടെയും അത്ഭുതത്തോടെയും നോക്കിക്കണ്ടു. അവന്റെ കണ്ണുകളും അവളിൽ തന്നെ തങ്ങി നിന്നു. പെട്ടെന്നാണ് കാലിൽ എന്തോ കുത്തിക്കേറിയത്. അവൾ വേദനകൾ കൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകി. പാട്ട് തീരാനായത് അവൾ പിടിച്ചു നിന്നു. അവസാനം ഒന്നുകൂടി കളിച്ച് നൃത്തം അവസാനിപ്പിച്ചു. പാടിക്കഴിഞ്ഞതും ഐഷു വേഗം അച്ചുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. സ്റ്റേജിലിരിക്കുന്നവർ പോലും അച്ചുവിന്റെ കാലിലെ ചോര കണ്ടു പേടിച്ചു. ഇത് കണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകി. പറ്റിയ ടൈം അല്ലാത്തതിനാൽ അവനെല്ലാം ഉള്ളിലൊതുക്കി. അച്ചുവിന്റെ വേദന നിറഞ്ഞ മുഖം അവനെ പ്രകോപിതയാക്കി. കൈകൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്തു. അച്ചുവിന്റെ കാലിലെ ചോര കണ്ടതും ഐഷു കരഞ്ഞുകൊണ്ട് അച്ചുവിന്റെ അടുത്തേക്ക് വന്നു. അച്ചു, ഒന്നുമില്ലടാ, കാലിലെന്തോ കുത്തി, അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ കരയാതെ. ഐഷുവിന്റെ കരച്ചിൽ കണ്ട് അച്ചു പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരുന്നേ. നിനക്ക് വേദന എടുത്തിട്ട് ഇരിക്കാൻ പോയെന്ന് എനിക്ക് മനസ്സിലായി. വാ, എഴുന്നേൽക്ക്. ഐഷു പതിയെ എഴുന്നേൽപ്പിച്ച് കസേരയിലിരുത്തി. ഹാളിലുണ്ടായിരുന്നവർ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. എല്ലാവരും ഒച്ചയെടുക്കാൻ തുടങ്ങിയതും പ്രിൻസിപ്പൽ എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞുപോയതും അച്ചു, ഐഷു, പ്രിൻസിപ്പൽ, അനു, മിസ്, ധ്രുവ് എന്നിവർ മാത്രമേ ഉള്ളൂ അവിടെ. പെട്ടെന്നാണ് അച്ചു കരഞ്ഞത്. ആ, എന്താടാ? ഐഷു അച്ചുവിന്റെ നിലവിളി കേട്ട് ചോദിച്ചു. കൈ വേദനിക്കുന്നടാ. നേരത്തെ ആക്സിഡന്റ് പറ്റിയ കൈ അമർത്തിപ്പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. സാർ. പ്രിൻസിപ്പലിനെ നോക്കി ഐഷു വിളിച്ചു. അച്ചുവിന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സാർ. ആ, വേഗമായിക്കോട്ടെ. സോറി സാർ, ധ്രുവിനെ നോക്കി പറഞ്ഞു. അത് ഓക്കെ സാർ, എന്റെ കാറിൽ കൊണ്ടുപോകാം. അത് സാറിനൊരു ബുദ്ധിമുട്ടാകില്ലേ? ഹേയ് നോ, സാർ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ, താങ്ക് യു. ഞാനെടുക്കാം, അച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ധ്രുവ് അച്ചുവിനെ ഇരു കൈകൾ കൊണ്ടെടുത്ത് പുറത്തേക്ക് നടന്നു. ഐഷു, അനുമിസും കൂടെ പോയി. അച്ചുവിനെ വളരെ ശ്രദ്ധയോടുകൂടി കാറിലേക്ക് ഇരുത്തി. ഐഷുവും കൂടെ കയറി. അനുമിസ് കൂടെ കയറാൻ നിന്നതും ധ്രുവ് പറഞ്ഞു. അല്ല, മിസ് വരണമെന്നില്ല, ഒരാൾ കൂടെ ഉണ്ടല്ലോ. സോ ഓക്കെ സാർ. അനുമിസ് ഐഷുവിന്റെ അടുത്തേക്ക് പോയി. എന്തുണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ. ആ മിസ്. ധ്രുവ് ഒന്ന് പുറത്തേക്ക് നോക്കി കാറെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഐഷു. കൈവേദന കൂടി അച്ചു ഐഷുവിനെ നോക്കി കരഞ്ഞു. ഒന്നുമില്ലടാ, ഇപ്പൊ എത്തും. സാറൊന്ന് വേഗം വിടുവോ? ആടോ, താനൊന്ന് സമാധാനപ്പെടു. ഒന്നുമില്ലടാ. ഐഷുവിന് അച്ചുവിനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. ധ്രുവ് അച്ചുവിന്റെ കരച്ചിൽ കേട്ട് കാറിന്റെ സ്പീഡ് കൂട്ടി. ഹോസ്പിറ്റലിൽ എത്തിയതും സ്ട്രക്ചർ കൊണ്ടുവന്ന് ധ്രുവ് വളരെ ശ്രദ്ധയോടുകൂടി അതിൽ കിടത്തി. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. അച്ചുവിന് ബോധമില്ല. ഡോക്ടർ! ധ്രുവ് വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. ധ്രുവിന്റെ അലർച്ച കേട്ട് അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരും അറ്റൻഡറും ഡോക്ടർമാരും ഞെട്ടി. അച്ചുവിനെ വേഗം ഐസിയുവിലേക്ക് കയറ്റി. ഐഷു അച്ചുവിന്റെ കിടപ്പ് കണ്ട് സഹിക്കാതെ ഐസിയുവിന്റെ മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി. അത് കണ്ട ധ്രുവ് അവളുടെ അടുത്തേക്ക് വന്നു. താനിങ്ങനെ കരയല്ലേ, ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, കുറച്ച് ബ്ലഡ് പോയതിൻ്റെയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഇല്ലടോ, കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വരും, അപ്പൊ നമുക്ക് കണ്ട് ചോദിക്കാൻ കാര്യങ്ങൾ. താൻ അവിടെ ചെന്നിരിക്കേ.
ഐസിയുവിന്റെ സൈഡിലുള്ള കസേരയിൽ ചൂണ്ടി പറഞ്ഞു. അല്ല, ആ കുട്ടിയുടെ വീട്ടിലറിയിക്കണ്ടേ? ആ, ഞാൻ വൈദ്യമ്മയോട് പറയാം. സാറിന് ഫോണൊന്ന് തരാവോ? എന്റെ ഫോൺ ഞാൻ എടുത്തില്ല, അതാ. അതിനെന്താ, താ വിളിച്ചോ. ഐഷു അവനിൽ നിന്നും ഫോൺ മേടിച്ച് വൈദ്യമ്മയോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞത് വൈദ്യമ്മ എത്തി. ഓടിപ്പിടിച്ചാണ് പാവം എത്തിയത്. മുഖം കാണുമ്പോൾ തന്നെ അറിയാം ആകെ ടെൻഷൻ അടിച്ചാണ് വരവെന്ന്. ഐഷു, എന്റെ മോൾക്ക് എന്താടാ? ഒരമ്മയുടെ വേവലാതിയോട് ചോദിച്ചു. അതമ്മേ. ഐഷു കോളേജിൽ നടന്നതെല്ലാം പറഞ്ഞു. പിന്നെ കൈവേദന എടുത്തതുമെല്ലാം. മോൾക്ക് ബോധം വീണോ? ഇല്ല വൈദ്യമ്മ, ഡോക്ടർ വന്നിട്ടില്ല. അമ്മ ഇവിടെ ഇരിക്കേ. കുറച്ചു നേരം കഴിഞ്ഞതും ഐസിയുവിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, എന്റെ മോൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ്. മയക്കമാണ്. ബ്ലഡ് കുറച്ച് പോയതിന്റെയാണ് ബോധം പോയത്. കാലിലെ മുറിവ് ഇത്തിരി ആഴത്തിലുള്ളതാണ്. മേ ബി ഡാൻസ് കളിച്ചപ്പോൾ ആയിരിക്കാം ചില്ല് കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ആ കുട്ടി ഡാൻസ് കളിച്ചതുകൊണ്ടാകാം ആ ചില്ല് ഒന്നുകൂടി ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. സ്വയം മുറിവുണങ്ങാൻ 1 മാസമെങ്കിലും എടുക്കും. നന്നായി ശ്രദ്ധിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ വെച്ചിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ, മോളുടെ കൈ. ആ, അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. വേദന വരുമ്പോഴേ ആ മരുന്ന് കഴിച്ചാൽ മതി. ബോധം വന്നതിന് ശേഷം നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇതെല്ലാം ഫോണിലൂടെ കേട്ടവന്റെ കണ്ണുകൾ രക്തവർണമായി.